പതിവില്ലാത്ത വിധത്തിൽ ഇടതുമുന്നണിയിൽ ഒരു വലിയ കലഹം അല്ലെങ്കിൽ ഭിന്നത അത് നിഴലിക്കുന്നു. മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങിയിട്ട് പോലും അതിനൊരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് അത്ഭുതകരമായ കാര്യമാണ്. ശ്യാം പ്രസാദ് ആലപ്പുഴയിൽ നിന്ന്. ശ്യാം, ഇവരെ നേതാക്കളെ നേരിട്ട് കണ്ടതാണ്. GRNLന്റെയും ബിനോയ് വിശ്വത്തിന്റെയൊക്കെ പ്രതികരണങ്ങളിൽ തന്നെ അവരുടെ ശരീരഭാഷയിൽ തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ വളരെ നിർണായകമായ ഒരു വിഷയത്തിൽ തീരുമാനമെടുത്തതിലെ ആ ഒരു രോഷമൊക്കെ പ്രകടമാണ്. എങ്ങനെയാണ് ഓരോ CPI നേതാക്കളും പ്രതികരിക്കുന്നത്? പൂർണ്ണമായും പാർട്ടി ഒറ്റക്കെട്ടെന്ന നിലയിൽ ഈ PM ശ്രീക്കെതിരായ നിലപാടിൽ അണുവിട മാറാതെ മുന്നോട്ട് പോകുന്നുവെന്നാണോ? ദിവിഷ, അതായത് PMC പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയത് സംബന്ധിച്ച് അണുവിട അത് നടപ്പാക്കാൻ സമ്മതിക്കുകയില്ല എന്ന നിലപാട് തന്നെയാണ് CPIക്കുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് മന്ത്രിമാരും അത്തരത്തിൽ കഴിഞ്ഞ 24-ന് ചേർന്ന പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിൽ തങ്ങളുടെ രാജ്യസന്നദ്ധത പോലും പങ്കുവച്ചത്. പാർട്ടി നിലപാട് എന്താണോ ആ നിലപാടിനൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകും. ഈ വിഷയത്തിൽ പാർട്ടി ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലും പാടില്ല എന്ന ഒരു കർക്കശമായ നിലപാട് തന്നെയാണ് ഇതിൽ മന്ത്രിമാരടക്കം ഉന്നയിച്ചത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റ് ചേരുകയും തുടർന്ന് എക്സിക്യൂട്ടീവ് ചേരുകയും പിന്നീട് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് ചേരുന്നതിനിടയിൽ ബിനോയ് വിശ്വത്തെ വിളിച്ച് ഇന്ന് ഒരു കൂടിക്കാഴ്ച നമുക്ക് നടത്താം എന്ന് പറയുകയും ചെയ്തത്. അതൊരു അനുനയ നീക്കമായിരുന്നു CPMന്റെ. പക്ഷേ ആ അനുനയ നീക്കം ഫലം കണ്ടില്ല. ഏകദേശം 1 മണിക്കൂറോളമാണ് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത്. അതിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ഒരു അനുനയ നീക്കം എന്നത് ഇത് സംബന്ധിച്ച് PMC നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഒരു ഉപസമിതി മുന്നോട്ട് വെക്കാം. ആ ഉപസമിതി ഇത് സംബന്ധിച്ച് എങ്ങനെ നടപ്പാക്കണം എന്നത് സംബന്ധിച്ച് തീരുമാനിക്കാം എന്നതാണ്. പക്ഷേ ബിനോയ് വിശ്വം അക്കാര്യത്തിൽ പറഞ്ഞു ഇത് തരത്തിൽ ഒരു ഉപസമിതിയുമില്ല. അങ്ങനെ ഒരു ഉപസമിതി ഉണ്ടെങ്കിൽ പോലും MOU അത് നിലവിൽ അത് റദ്ദ് ചെയ്യുന്ന അടക്കമുള്ള അല്ലെങ്കിൽ അത് മരവിപ്പിക്കണം എന്ന ഒരു നിലപാടാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിൽ മുഖ്യമന്ത്രി ഒന്നും കാര്യമായി പറഞ്ഞില്ല. ഇതേ തുടർന്നാണ് പിന്നീട് വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പോലും തങ്ങൾ പങ്കെടുക്കാതിരിക്കുന്ന ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ സമീപനത്തിലേക്ക് കടക്കും എന്ന കാര്യം ബിനോയ് വിശ്വം പങ്കുവച്ചത്. എന്നാൽ അത്തരത്തിലേക്കുള്ളൊരു വലിയ ഒരു അവിവേകം ചെയ്യരുത്, അത് മുന്നണിക്ക് വലിയ ദോഷമുണ്ടാക്കും എന്ന അഭ്യർത്ഥിക്കുകയും കൂടി മുഖ്യമന്ത്രി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇരുവരും ഇപ്പോൾ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ടുള്ള സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. CPI ഈ വിഷയത്തിൽ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും എന്നുകൂടി ബിനോയ് വിശ്വം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും 4-ാം തീയതി പാർട്ടിയുടെ കൗൺസിലും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവും ചേരും. അതിന് മുന്നോടിയായിട്ട് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിൽ ഒരുപക്ഷെ CPIയുടെ മന്ത്രിമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് നിലവിലത്തെ എക്സിക്യൂട്ടീവും സെക്രട്ടേറിയറ്റിൻ്റെയും തീരുമാനം. ശരി, AK സ്റ്റെഫിൻ കൂടിയുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോൾ PM ശ്രീക്കെതിരായ നിലപാട് CPI എടുത്തതിന് പിന്നാലെ സമുദായ നേതാക്കളുടെ ഭാഗത്തു നിന്ന് CPM അല്ലെങ്കിൽ ഇടത് നിരീക്ഷകരുടെ ഭാഗത്തു നിന്നൊക്കെ CPIക്കെതിരെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഇതൊക്കെ എത്രയൊക്കെ ബഹളം വെച്ച് മുന്നോട്ട് പോയാലും മുഖ്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയോടെ ഇതിനൊരു പരിഹാരത്തിലേക്ക് പോകാൻ CPIയും നിർബന്ധിതമായേക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഇത്രയും ഒരു കടുത്ത നിലപാടെടുക്കുന്ന പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, പിന്നെ മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ്, മുന്നണിയിൽ ഇത്രയും വലിയൊരു വളരെ വലിയ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയിലേക്ക് CPIയുടെ നിലപാട് കൊണ്ട് എത്തിച്ചു എന്നത് വലിയ ചർച്ചകൾക്കിടം വയ്ക്കും. CPIക്കെതിരായ ആക്രമണങ്ങൾ ഇടത് സൈബർ ഇടങ്ങളിൽ പോലും കൂടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് CPI നേതൃത്വം ഇതിനെ മനസ്സിലാക്കുന്നത്? എങ്ങനെയും പരിഹരിക്കണമെന്നൊരു ചിന്ത. ഇപ്പോൾ ഫ്രീസ് ചെയ്യണം D രാജയൊക്കെ വളരെ ഉറച്ച ഭാഷയിൽ പറയുമ്പോഴും ഇതിനൊരു പരിഹാര മാർഗത്തിന്റെ ഒരു സാധ്യത CPI എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? അതോ ഉറച്ച് ഇല്ല, ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണോ? ദിവിഷ്, കേവലം ഒരു രാഷ്ട്രീയ വിഷയം മാത്രമായിട്ടല്ല CPI ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. കാരണം കഴിഞ്ഞ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ, ആലപ്പുഴ സമ്മേളനത്തിൽ അവർ സമർപ്പിച്ച രാഷ്ട്രീയ വിശകലന റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് PM ശ്രീ പദ്ധതി എന്നത് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്, ഫെഡറൽ തത്വങ്ങൾക്കെതിരായിട്ടുള്ളതാണ്. നേരത്തെ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് സിലബസിലെ മാറ്റം അത് അംഗീകരിക്കാൻ കഴിയില്ല, അത് വിദ്യാർത്ഥികളോടുള്ള ക്രൂരതയാണ് എന്നുള്ള കാര്യം സമ്മേളനം അംഗീകരിച്ച് പാസ്സാക്കിയതാണ്. ഏതെങ്കിലും തരത്തിൽ ഇനി CPMന്റെ ഒരു നിലപാടിനെ CPI അനുകൂലിക്കുകയാണെങ്കിൽ ആ സമ്മേളനത്തിലെ രാഷ്ട്രീയ വിശകലന റിപ്പോർട്ടിനെ തള്ളിപ്പറയേണ്ടി വരും. അതായത് സ്വന്തം അസ്തിത്വത്തെ തള്ളിപ്പറയേണ്ടി വരും. അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോകാൻ ഏതായാലും തൽക്കാലം CPI കിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ്, ആ ഒരു നിലപാട് പ്രഖ്യാപനം തന്നെയാണ് CPIയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലും പരിഹാരമാകാത്തതോടുകൂടി വഴി അടഞ്ഞു എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. ഇനി ഇടതുമുന്നണിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരും. പ്രത്യേകിച്ചും ഇടതുമുന്നണിയിൽ ഒരുപാട് ഘടകകക്ഷികളുണ്ട്. ആ ഘടകകക്ഷികൾ ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളത് നിർണായകമാണ്. ഏതായാലും നിലവിൽ RJD ഒരു തുറന്ന നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ PM ശ്രീ പദ്ധതിക്ക് എതിരായിട്ടുള്ള
ആയിട്ടുള്ളതാണ്. കേരള കോൺഗ്രസ് മാണിയും അതോടൊപ്പം തന്നെ NCPയും എല്ലാം CPM-നെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് പ്രത്യക്ഷത്തിൽ സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ LDF യോഗത്തിനു ശേഷം എന്ത് തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതും ഏറെ നിർണായകമായി തന്നെ തുടരുന്നുണ്ട്. ഏതായാലും CPI-യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. അത് പാർട്ടി പ്രവർത്തകരെയും അണികളെയും എല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നൊരു നിലപാട് തന്നെയാണ് CPI-ക്ക് ഉള്ളത്. അത് തന്നെയാണ് ഇന്ന് എക്സിക്യൂട്ടീവിലും ദേശീയ നേതൃത്വത്തിൽ നിന്നും അതേ പ്രതികരണമാണ്. ദേശീയ നേതൃത്വങ്ങൾ പറഞ്ഞത് സംസ്ഥാന നേതൃത്വങ്ങൾ അക്കാര്യത്തിൽ തീരുമാനമെടുക്കും, അവർ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നതായിരുന്നു. ഇപ്പോൾ D രാജീവ് വ്യക്തമാക്കുന്നത് ബിനോയ് വിശ്വം പറഞ്ഞ ആ കാര്യം തന്നെയാണ്. മരവിപ്പിക്കുക, അതിൽ കഴിഞ്ഞ് മറ്റൊരു നീക്കുപോക്കിനും ഇല്ല എന്നതാണ്. ദേശീയതലത്തിൽ നിന്ന് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വിധത്തിൽ ഇനിയൊരു ഇടപെടൽ പ്രതീക്ഷിക്കണമോ? അതിന് സാധ്യതയുണ്ടോ? ഏതായാലും നിലവിൽ ഇത് സംസ്ഥാനത്ത് തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നുള്ളതാണ് നേരത്തെ കേന്ദ്ര നേതൃത്വങ്ങൾ, രണ്ട് പാർട്ടിയുടെയും കേന്ദ്ര നേതൃത്വങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഏതായാലും ചർച്ചകൾക്ക് സാധ്യത ഉള്ളത് സംസ്ഥാനത്ത് തന്നെ ആയിരിക്കും. അത് LDF യോഗത്തിൽ തന്നെ ആയിരിക്കും ആ ചർച്ചയ്ക്ക് ഉള്ള വഴി തുറക്കുക. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ LDF-ലേക്കാണ് ഇനി വരേണ്ടത്. LDF-ൽ കൂട്ടായി ഒരു തീരുമാനമെടുത്ത് അതുമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ പോംവഴിയായിട്ടുള്ളത്. ഏതൊക്കെ ഘടകകക്ഷികൾ CPI-ക്കൊപ്പം നിൽക്കും, ഏതൊക്കെ ഘടകകക്ഷികൾ CPM-ന് ഒപ്പം നിൽക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ LDF യോജിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും നേരത്തെ മന്ത്രി V ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തി നടത്തിയ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ന് മുഖ്യമന്ത്രിക്കും മറ്റു പരിഹാര മാർഗങ്ങൾ CPI-ക്ക് മുന്നിലേക്ക് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളിടത്താണ് ഈ പ്രശ്നം ഇപ്പോഴും രൂക്ഷമായി തന്നെ നിൽക്കുന്നത്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ശരീരഭാഷയിലും എത്രത്തോളം നീരസമുണ്ട്, എത്രത്തോളം ഒരു എതിർപ്പ് ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതൊക്കെ വ്യക്തമാണ്. ഒപ്പം തന്നെ മന്ത്രിമാരുടെ പ്രതികരണത്തിലും അത് വ്യക്തമാണ്. ഇനി ഏതായാലും അത് ഒരു പടി കൂടി കടന്ന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്നൊരു നിലപാടിലേക്കാണ് CPI ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പ്രതിപക്ഷത്തിന് കയ്യിൽ മറ്റൊരു ആയുധം കൊടുക്കുന്നത് ആകും അത്തരത്തിൽ CPI-യും CPI-യും തമ്മിലുള്ള ഈ ഒരു എതിർപ്പ്. അതൊന്നുമില്ല തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ LDF മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ LDF-ലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന ശേഷം ചർച്ച ചെയ്ത് ഒരു പരിഹാരത്തിലേക്ക് എത്തും. അവിടെയും എത്രത്തോളം സാധ്യമായ ഒരു പരിഹാര മാർഗമാണെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടേ മതിയാകും. ശ്യാം പ്രസാദ് തുടരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശ്യാം, ഇപ്പോൾ പ്രത്യക്ഷത്തിലുള്ള അല്ലെങ്കിൽ ഔദ്യോഗിക രൂപത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞു. ഇതിപ്പോൾ ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞ ചർച്ചയിലൂടെയാണ് കാര്യങ്ങൾ പരിഹരിക്കുക എന്നാണ്. ഈ അനൗദ്യോഗികമായ ചില ചർച്ചകൾ ഇപ്പോൾ എല്ലാ നേതാക്കളും തന്നെ ആലപ്പുഴയിലൊക്കെ ഉണ്ടല്ലോ. പ്രശ്നപരിഹാരത്തിന് വേണ്ടി എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? അതിവിഷയം, അതായത് ഇനിയും ചർച്ചകൾക്ക് വേദി ഉണ്ട് എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകും, നാളെയും ഉണ്ടാകും. ഇത് സംബന്ധിച്ച് ചർച്ചകളും സമവായ സാധ്യതകളും ഒക്കെ തേടുന്ന ഒരു ഘട്ടം കൂടിയാണ്. കാരണം മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൂട്ടുത്തരവാദിത്തമുണ്ട്. അതിൻ്റെ കൂട്ടുത്തരവാദിത്തം നശിപ്പിക്കുന്ന രീതിയിലേക്ക് CPI-ക്കും പോകണമെന്നില്ല. പക്ഷേ CPI ഈ വിഷയത്തിലെടുത്ത നിലപാടിൽ ഒരു തരത്തിലും മാറ്റമില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ CPI ഇനി ഇതിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒന്നല്ല എങ്കിൽ ഈ ധാരണാപത്രത്തിൽ ഏതെങ്കിലും തരത്തിൽ റദ്ദാക്കുന്ന നടപടിയിലേക്കോ അതല്ല എങ്കിൽ ഈ ധാരണാപത്രം വൈകിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും നടപടികളിലേക്കോ കടക്കാൻ ഒരുപക്ഷെ അത്തരത്തിലുള്ള ശ്രമമായിരിക്കും ഇനി CPM-ന്റെ മുന്നിൽ ഉള്ളത്. അതായത് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപസമിതി, ആ ഉപസമിതി എന്ന് പറയുന്നത് അത് കേവലം ഈ വിവാദങ്ങളെല്ലാം കെട്ടടക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ എന്നതായിരുന്നു ബിനോയ് വിശ്വം ചോദിച്ചത്. പക്ഷേ അതിന് കൃത്യമായ രീതിയിലൊരു മറുപടി ആ മുഖ്യമന്ത്രിക്ക് നൽകാനും കഴിഞ്ഞിട്ടില്ല. നിലവിൽ എന്തായാലും ഈ PMC പദ്ധതിയുമായിട്ട് കേരള സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനൊപ്പം CPI ഉണ്ടാകില്ല, CPI-യുടെ മന്ത്രിമാരും എന്തായാലും പറഞ്ഞതുപോലെ വളരെ ശക്തമായ ഒരു നിലപാട് CPI എടുക്കുന്നു. പതിവില്ലാത്ത വിധം ഇടതുമുന്നണിയിൽ ഒരു വിഷയത്തിന്റെ പേരിൽ രണ്ട് ചേരിയായി തിരിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിറങ്ങിയിട്ട് പോലും പ്രശ്നപരിഹാരം സാധ്യമായില്ല എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം.